തിരുവനന്തപുരം വെള്ളറടയിൽ ഒരു രോഗി മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആംബുലൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഈ രോഗിക്ക് മരണം സംഭവിച്ചത്. ഇത് വെള്ളറടയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ച തന്നെയല്ലേ ഇത്? പിന്നെ തീർച്ചയായും നമുക്ക് അറിയാം, കേരളത്തിലെ ഒരു വലിയ ആരോഗ്യരംഗത്തുണ്ടാക്കിയ വലിയൊരു മാറ്റമായിരുന്നു എമർജൻസി ആംബുലൻസ് സർവീസിൻ്റെ തുടക്കം. ഈ ഇതിലൂടെ ഒരു വണ്ടി തട്ടി വീണാൽ തന്നെ 108 വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആംബുലൻസ് എത്തുന്ന ഒരു സംവിധാനം കേരളത്തിലൊരുക്കി. KEMP എന്നായിരുന്നു അതിൻ്റെ, കേരള എമർജൻസി മെഡിക്കൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ആംബുലൻസ് സർവീസ് തുടങ്ങിയത്. അപ്പോൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ഇതിനുള്ള ഫണ്ടുകൾ കിട്ടാതെ ഇതിൻ്റെ കസ്റ്റമർ കെയറിനെ ബാധിക്കുന്ന അവസ്ഥ വന്നു. എങ്കിലും പല ഘട്ടത്തിൽ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതത് കേന്ദ്രങ്ങളിൽ, ആശുപത്രികൾ, PHCകൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്ക് സമീപം, ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ, ഹൈവേയുടെ അപകട മേഖലകൾക്ക് സമീപത്ത് ഇങ്ങനെ നിരന്തരമായി പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ അപകട സാധ്യതയുള്ള, ഇല്ലെങ്കിൽ രോഗികൾക്ക് സഹായം ലഭിക്കാൻ തക്ക രീതിയിൽ ഒരു പ്രദേശത്തിൻ്റെ ഇത്ര ദൂരങ്ങളിൽ ആംബുലൻസുകൾ വിന്യസിച്ചിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആംബുലൻസിന്റെ അഭാവമല്ല, ആംബുലൻസ് ഇല്ലാത്തതല്ല, വെറുതെ കിടക്കുന്ന ആംബുലൻസ് വിട്ടു നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് സർക്കാർ നിർദ്ദേശമുണ്ട്, അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നത്. ഇതിന്റെ കാരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുരിശുമല തീർത്ഥാടനം നടക്കുന്നു, അതുകൊണ്ട് ആംബുലൻസ് ആവശ്യം വരും. ഈ ആംബുലൻസ് കൊണ്ട് ഈ രോഗിയെ വെള്ളറടയിൽ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടേണ്ടത്, അവിടുത്തെ ജനപ്രതിനിധി, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഈ ആംബുലൻസ് വിട്ടു നൽകണമെന്ന് പറഞ്ഞ് ഈ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയും അവരോട് കാര്യങ്ങൾ വിശദമായി പറയുകയും ചെയ്തു. അതിന്റെ ഓഡിയോ സന്ദേശവും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. വെള്ളറട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനി പ്രസാദ് 108 ആംബുലൻസിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. കുരിശുമല തീർത്ഥാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഡ്യൂട്ടി ഉള്ളതിനാൽ ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് വിട്ടു നൽകാനാവില്ലെന്ന് കസ്റ്റമർ കെയറിൽ നിന്ന് അറിയിച്ചു. ആശുപത്രിയിൽ വെറുതെ കിടക്കുന്ന ആംബുലൻസ് രോഗിക്ക് വേണ്ടി വിട്ടു നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് മെമ്പർ ചോദിക്കുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം ആംബുലൻസ് ഇട്ടിരിക്കുകയാണെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതായത് ഈ ജീവനക്കാരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾക്ക് രോഗി മരിക്കാൻ കിടക്കുന്നു, രോഗിക്ക് വിദഗ്ധ ചികിത്സ വേണം, കൂടുതൽ മെഡിക്കൽ അസിസ്റ്റൻസ് വേണം, അതിനു വേണ്ടിയിട്ട് രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ വെറുതെ കിടന്നാലും, രോഗി മരിച്ചാലും ശരി, ആംബുലൻസ് വെറുതെ കിടക്കട്ടെ, അത് വിട്ടുതരില്ല എന്ന് പറയുന്ന ധാർഷ്ട്യം ഇവർക്ക് എവിടെ നിന്ന് ഈ ധൈര്യം വരുന്നു എന്നുള്ളതാണ്. ഒരു രോഗിയെ സഹായിക്കുക എന്നുള്ള പ്രാഥമിക ഉത്തരവാദിത്വം, ആ ബോധം പോലും ഇല്ലാതെ ഇവരൊക്കെ മെഡിക്കൽ സർവീസിന്റെ കസ്റ്റമർ കെയറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഭാഗ്യം ഒരു ഡോക്ടറാവാത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിളിച്ച് ആംബുലൻസ് വിട്ടു തരണം എന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടറെ കൊണ്ടുകൂടി വിളിപ്പിക്കുന്നുണ്ട് ഈ ആംബുലൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ ഇവരുടെ വ്യക്തമായിട്ട് പറയുന്നു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഓക്സിജൻ തീരും. ഈ രോഗിക്ക് ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുക, സുഖമില്ലാതെ കിടക്കുന്ന. അപ്പോൾ ആ രോഗിയുടെ ഓക്സിജൻ തീർന്ന് രോഗി ഗുരുതരാവസ്ഥയിലാകും, പെട്ടെന്ന് ആംബുലൻസ് വിട്ടുതരണമെന്ന് പറയുമ്പോൾ ഇവരപ്പോഴും കേൾക്കുന്നില്ല, അപ്പോഴും പറ്റില്ല. അത്യാഹിതത്തിനാണ് ആംബുലൻസ് പറയുന്നത്. ഈ രോഗിയുടെ ജീവൻ പോകാതിരിക്കുന്നു, അത് അത്യാഹിതമാണെന്ന് അവർക്ക് ബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. എന്നിട്ട് ഈ രോഗിയെ മറ്റൊരു വാഹനത്തില് ആംബുലൻസ് ലഭിക്കാതെ വന്നതോടെ 1.5 മണിക്കൂർ ഇവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ഒടുവിൽ CHCയിൽ നിന്ന് ഒരു ഓക്സിജൻ സെന്റർ സംഘടിപ്പിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അമരവടയിൽ വെച്ചാണ് ഈ ആൻസി എന്ന് പറയുന്ന സ്ത്രീ മരിച്ചത്. ഇവരുടെ ഭർത്താവ് കാഴ്ച പരിമിതിയുള്ള ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അവിടെ ചെന്ന് ക്യൂ നിന്ന്, ഇല്ലെങ്കിൽ അവിടെ ചെന്ന് അത്യാഹിത വിഭാഗത്തിൽ ചെന്ന് കഷ്ടപ്പെട്ട് കൂട്ടിരിക്കാൻ ഒരാളുണ്ടായി, ആ കൂട്ടിരിപ്പുകാരനും സുഖമില്ലാത്ത ആളാണ്. അങ്ങനെ ഇവർ വളരെ ദയനീയാവസ്ഥയിൽ മറ്റു വണ്ടിയൊന്നും വിളിക്കാൻ സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ ഒരു ആംബുലൻസ് ചോദിക്കുമ്പോൾ സർക്കാർ സർവീസിന് അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനങ്ങൾ? കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ സംവിധാനം എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരന് ഒരു ആശുപത്രിയിൽ പോയാൽ അവിടെ എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് നമുക്ക് കാണാൻ പറ്റും. മെഡിക്കൽ കോളേജിലാണെങ്കിലും ജനറൽ ആശുപത്രിയിലാണെങ്കിലും ഒരു OP ടിക്കറ്റിന് വേണ്ടി തന്നെ എത്ര ക്യൂ നിന്നിട്ടാണ് കയറുന്നത്. അതോടൊപ്പം ഡോക്ടറെ കണ്ടതിന് ശേഷം അതിനുശേഷം മറ്റ് ടെസ്റ്റുകൾക്ക് കുറിക്കുന്നു, അതിനൊക്കെ പോയി കാത്തു നിൽക്കുന്ന, പിന്നെ റൂം കിട്ടാതെയും വാർഡിനകത്തും കിടന്ന് കഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ കാണുകയാണ്. പക്ഷേ ഇവർ പറയുന്നത് നമ്പർ 1 സംവിധാനമാണ്. പക്ഷേ ഇവരിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവർ നേരെ അമേരിക്കയിലേക്ക് പോകും. അതാണ് ഏറ്റവും വലിയ. അതാണ് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും. നമ്പർ 1 കേരളത്തിന്റെ നമ്പർ 1 ആരോഗ്യ രംഗമാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോകുന്നു? അതിന്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിൽ ചികിത്സയുടെ ഇവിടെ കൊച്ചിയിൽ ക്യാൻസർ സെന്റർ വരുന്നു, തിരുവനന്തപുരത്തുണ്ട്, മലബാറിലുണ്ട്. അപ്പൊ ഇതൊന്നും പോരാ. വിദേശത്ത് പോയാലേ ഞങ്ങളുടെ രോഗം ഇവിടെ
ചികിത്സിച്ചാൽ മാറില്ല, അത് അവിടെ വേണം, വേണം. അവിടെ ചികിത്സിച്ചാലേ മാറുള്ളൂ. ഇവിടുത്തെ രോഗികളും സാധാരണക്കാരും ആംബുലൻസ് കിട്ടാതെ, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ, ഓക്സിജൻ കിട്ടാതെ കിടന്ന് മരിക്കട്ടെ. ആദിവാസി ആയിട്ടുള്ള ആളിന് ആംബുലൻസ് ഇല്ലാതെ അവരെ ഓട്ടോയിൽ മൃതദേഹം കൊണ്ടുപോകേണ്ടി വന്നില്ലേ? അത് നമ്പർ 1 കേരളത്തിന്റെ അവസ്ഥയാണ്. മോദി എന്തുകൊണ്ട് പറഞ്ഞ അട്ടപ്പാടി കണ്ടിട്ട് പറഞ്ഞ സൊമാലിയേക്കാൾ ദയനീയമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വാസ്തവമല്ലേ? അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എവിടെയാ ശിശുമരണ നിരക്ക്? വികസിതമായിട്ടുള്ള ഒരു പ്രദേശമാണെങ്കിൽ ശിശുമരണ നിരക്ക് അട്ടപ്പാടിയിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു സംവിധാനം, എത്ര റിമോട്ട് ഏരിയ ആയാലും ശരി തന്നെ, അവിടെ ഒരു സംവിധാനം ഒരുക്കാൻ ശേഷിയില്ലാത്ത സർക്കാർ എന്തിനാണ് പിന്നെ അവകാശപ്പെടുന്നത് ഞങ്ങൾ നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്നുള്ളത്? ഇതിന്റെ പിന്നിലൊക്കെ ഈ പറയുന്ന ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്, സുവ്യക്തമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ രോഗി ആംബുലൻസ് ഇല്ലാതെ ഓക്സിജൻ തീരാൻ പോകുന്നു, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സംവിധാനം പറയുന്നു ഞങ്ങൾക്ക് അത്യാഹിതത്തിനാണ്, ഇത് അത്യാഹിതമായി കണക്കാക്കില്ല. പിന്നെ എന്താ അത്യാഹിതം? ഒരു രോഗിയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി അവരെ വിദഗ്ധ ചികിത്സ നൽകാനായിട്ട് ഒരു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഡോക്ടർ പോലും പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ കെയർ സെന്റർ ഇങ്ങനെയാണ് പെരുമാറുന്നത്. എനിക്കൊരു ഡൗട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ കെയർ ഇങ്ങനെ പറയുന്നതിനെ എടുക്കേണ്ട കാര്യമില്ല. ഈ കസ്റ്റമർ കെയർ പറയുകയാണ് ഞാൻ ആംബുലൻസിന്റെ ഡ്രൈവർ എടുത്ത് ആംബുലൻസ് കൊണ്ട് പോകണമെന്നായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ആ ആംബുലൻസ് എടുത്ത് അവിടുത്തെ ഡ്രൈവർ ആ രോഗിയെയും കയറ്റി ഈ കസ്റ്റമർ കെയറിന്റെ നിർദ്ദേശമൊന്നും പാലിക്കാതെ അത് കൊണ്ടുപോയി ചികിത്സ നൽകണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. അങ്ങനെ ചെയ്യണമായിരുന്നു. ഇവരുടെ തെറ്റുകൾക്ക് വഴങ്ങി കൊടുക്കേണ്ടവരല്ല എല്ലാ ആരോഗ്യ പ്രവർത്തകരും എന്നുള്ളതാണ്. അതെ അതെ, അത് പിന്നീട് വരുന്നത് പിന്നെ കാണാമെന്ന രീതിയിൽ തന്നെ അത് ചെയ്യേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. കാരണം ഇങ്ങനൊരു സംഭവം ചെയ്തെന്ന് കരുതി അയാളെ ശിക്ഷിക്കില്ലല്ലോ, സ്വാഭാവികം. അത് എല്ലാവരും അയാളെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യുള്ളൂ. സ്വാഭാവികമായി അതാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതും കസ്റ്റമർ കെയർ ഉണ്ടാക്കിയിരിക്കുന്നതും ഫോൺ ചെയ്താൽ അപ്പോൾ വിളിച്ചാൽ വരണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട്, അല്ലാതെ മുടക്കം പറയാനല്ല. ഈ മുടക്കം പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ അന്ധമായിട്ടുള്ള ഈ കാഴ്ചപ്പാടുകളുടെ, ഈ അന്ധമായിട്ടുള്ള ചില നിലപാടുകളുടെ പ്രശ്നമാണ്. അതായത് എനിക്ക് കിട്ടിയ നിർദ്ദേശം ഇതാ, മെക്കാനിക്കലിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. മനുഷ്യന്റെ മനസ്സോടുകൂടിയല്ല, യന്ത്രത്തിന്റെ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് കിട്ടിയ നിർദ്ദേശം ഇതാ. ഒരു യന്ത്രത്തിന്റെ പ്രത്യേകത, അതിന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യും. അതല്ല മനുഷ്യൻ അതല്ലാതെ മനുഷ്യന്റെ ലോജിക്കലായിട്ടുള്ള സെൻസ്, ബോധം, സഹാനുഭൂതി, കരുണ, ആർദ്രത, ഇതൊക്കെ ഉള്ള മനുഷ്യരാണെങ്കിൽ സ്വാഭാവികമായിട്ട് കസ്റ്റമർ കെയറിൽ ഇരിക്കുന്നവന് ബോധം ഉണ്ടാവണം. രോഗിയുടെ അവസ്ഥ ഇതാണ്. ഇനിയിപ്പോ ഈ ആംബുലൻസ് വിട്ടു കഴിഞ്ഞാൽ അടുത്ത ഏത് ആംബുലൻസ് ഉണ്ട്, അതിനെ ആ പ്രദേശത്ത് ഉപയോഗിക്കാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ ശേഷി ഇല്ലാത്തവനാണ് കസ്റ്റമർ കെയർ ഇരിക്കുന്നത്. അവൻ വേറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് അവർ ഇരിക്കുന്നതെങ്കിൽ അവൻ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. പ്രത്യേകിച്ച് ആതുര സേവന രംഗം എന്ന് പറയുന്നത് മനസ്സലിവും മനസാക്ഷിയും ഉള്ളവർക്ക് മാത്രമുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ ടെർമിനേറ്റ് ചെയ്ത് കളയണം, ആ ജോലിയിൽ വെക്കരുത് എന്നാണ് എനിക്ക് പറയാൻ.